ഇനി ഡൺകൺസ് നോളജ് ബേസ് ഡിപ്പിക്റ്റിംഗ് ദ ഇഫ് ദെൻ റൂൾസ് ബ്രൂട്ടൺ ആൻഡ് ഒബേൽ 2004. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇഫ് ദെൻ റൂൾ ആണ്. ഇതൊരു റൂളാണ്. ഈ റൂൾ അടിസ്ഥാനമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് ടെക്നിക്കൽ വേർഡ്സ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നുണ്ട്. സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ്, ഫങ്ഷണൽ, സ്റ്റാറ്റിക്, സിമ്പിൾ, കോംപ്ലക്സിറ്റി ഒന്നാം. ഇത് റൂൾ 1. ഫസ്റ്റ് റൂൾ പറയുന്നത് if environmental complexity is simple, environmental organizational environment complexity simple ആണെങ്കിൽ environmental change will be static. നമ്മുടെ ഓർഗനൈസേഷണൽ കോംപ്ലക്സിറ്റി സിമ്പിൾ ആണെങ്കിൽ എൻവിറോൺമെന്റൽ ചേഞ്ച് എന്താവും എന്നാണ് പറയുന്നത്? സ്റ്റാറ്റിക്. സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ റിജിഡ് ആയിരിക്കും. ഇറ്റ് വിൽ ബി റിജിഡ്. ദെൻ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്താണ്? ഫങ്ഷണൽ ആയിരിക്കും. എന്താണ് ഒരു ഫങ്ഷണൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്? അതിനൊരു ഒറ്റ സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് മാത്രമേ അത് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് റൂൾ പറഞ്ഞത് if environmental complexity is simple and the environmental change is static, then the organizational structure is functional. കോംപ്ലക്സിറ്റി, ഒരു എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി സിമ്പിൾ, ഉറപ്പായിട്ടൊരു കോംപ്ലക്സിറ്റി ഉണ്ടായിരിക്കും. അത് സിമ്പിൾ ആണെങ്കിൽ എൻവിറോൺമെന്റൽ ചേഞ്ച് റിജിഡ്, അത് നോട്ട് ഗോയിങ് ദ റൈറ്റ് വേ, അതിന്റെ നോട്ട് ഗോയിങ് ദ റൈറ്റ് ഡയറക്ഷൻ, ഓർ ഇഫ് ഇറ്റ് ഇസ് എ റിജിഡ് or task oriented, if not it is a static. അങ്ങനെ ആണെങ്കിൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്തായിരിക്കും? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ will be functional. Functional means it will be focusing only a one specific task. ഒരു സ്പെസിഫിക് ടാസ്ക് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കേസ്, if environmental complexity is simple. വീണ്ടും environmental കോംപ്ലക്സിറ്റി എന്ന് പറയുന്ന ഒരു ഡൈവേഴ്സ് എലമെന്റ് ആണ്. അത് ഒന്നിൽ കൂടുതൽ ഫാക്ടേഴ്സ് ആണ് അതിലുള്ളത്. നമുക്കത് ഒരു ഫാക്ടർ ആയിട്ട് നമുക്കത് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. കോംപ്ലക്സിറ്റി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡൈവേഴ്സ് ഫാക്ടർ. സോ ഇഫ് എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി ഈസ് സിമ്പിൾ ആൻഡ് എൻവിറോൺമെന്റൽ ചേഞ്ച് ഇസ് ഡൈനാമിക് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഡൈനാമിക്? നമ്മൾ ഓൾറെഡി പഠിച്ചതാ അല്ലെ? ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഡൈനാമിക് ചേഞ്ചസ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഡിഫറെന്റ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് ആണ്. എന്താണ് ഡൈനാമിക് എന്ന് പറയുന്നത്? ഡൈനാമിക് എന്ന് വെച്ചാൽ ഇറ്റ്സ് അഡാപ്റ്റിംഗ്, ഇംപ്രൂവിംഗ് ദ വർക്ക് പ്ലേസ് ബേസ്ഡ് അപ്പോൺ ദ ഗിവൻ ചേഞ്ചസ്. എന്തൊക്കെ ഓർഗനൈസേഷണൽ ചേഞ്ചസ് സംഭവിക്കുന്നോ അതിനനുസരിച്ചിട്ട് വർക്ക് പ്ലേസ് ഇംപ്രൂവ് ചെയ്യുന്നു, അവരുടെ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ രണ്ടാമത്തെ റൂൾ എന്താണ്? ഇഫ് എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി ഈസ് സിമ്പിൾ, എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി സിമ്പിൾ ആണെങ്കിൽ, എൻവിറോൺമെന്റൽ ചേഞ്ച് ഡൈനാമിക് ആണെങ്കിൽ അവിടെ നമുക്ക് വരുന്ന ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് മിക്സ്ഡ് ഫങ്ഷണൽ എന്നാണ്. മിക്സ്ഡ് ഫങ്ഷൻ എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കില്ല, വേരിയസ് പല തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സ് അതിലുണ്ടായിരിക്കും. പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, HR, അക്കൗണ്ട്സ് എന്ന്. ഫസ്റ്റ് ഇഫ്റ്റില് ഇപ്പൊ നമ്മൾ പോകുന്നത് പ്രൊഡക്ഷനിലേക്ക് ആണെങ്കിൽ അത് പ്രൊഡക്ഷൻ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ മിക്സ്ഡ് ഫംഗ്ഷനിലെ കേസിൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ മാർക്കറ്റിംഗ്, സെയിൽസ്, മെർജേഴ്സ് ആൻഡ് അക്യൂസേഷൻ, പർച്ചേസിംഗ്, അത് കഴിഞ്ഞിട്ട് HR, ഗ്രിവൻസ്, പ്രൊഡക്ഷൻ, ഓപ്പറേഷൻ, ലേബലിംഗ്, പാക്കേജിംഗ് എന്ന് പറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് കണക്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഇഫ് എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി ഈസ് കോംപ്ലക്സ്. വീണ്ടും പറയുന്നു, എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി ഈസ് കോംപ്ലക്സ്, അത് സിമ്പിൾ അല്ല, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ എൻവിറോൺമെന്റൽ സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവത്തിനെ നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിനെയാണ് നമ്മൾ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഡിവൈഡിങ് എ കമ്പനീസ് ഇൻടു എ ടാർഗറ്റ് മാർക്കറ്റ് ഓർ എ ടാർഗറ്റ് ഗ്രൂപ്പ്സ്. ഒരു കമ്പനീനെ നമ്മൾ ടാർഗറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ടാർഗറ്റ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് നമ്മൾ പറയുന്ന പേരാണ് സെഗ്മെന്റേഷൻ. സോ ഇഫ് എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി ഈസ് കോംപ്ലക്സ് ആൻഡ് എൻവിറോൺമെന്റൽ സെഗ്മെന്റേഷൻ ഇസ് പ്രസന്റ്, എൻവിറോൺമെന്റൽ സെഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ ആൻഡ് ഓൾസോ എൻവിറോൺമെന്റൽ ചേഞ്ച് ഇസ് സ്റ്റാറ്റിക്, അപ്പൊ എന്തായിരിക്കും? നമ്മുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും. എന്താണ് ഈ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത്? ഡീസെൻട്രലൈസ്ഡ് എന്ന് വെച്ചാൽ അവിടെ സ്മൂത്ത് ഫ്ലോ ഓഫ് പ്രോപ്പർ ചാനൽ ഉണ്ടായിരിക്കും ഫ്രം ദ
ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ടു ദ ലോവർ ലെവൽ മാനേജ്മെന്റ്. മനസ്സിലാക്കുക, എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി കോംപ്ലക്സ് ആണ്. എൻവിറോൺമെന്റൽ സെഗ്മെന്റേഷൻ അവിടെ നടന്നു. എൻവിറോൺമെന്റൽ സെഗ്മെന്റേഷൻ എന്ന് വെച്ചാൽ ഒരു കമ്പനി അതിന്റെ ടാർഗറ്റ് മാർക്കറ്റിനെ ഡിഫറെന്റ് ഗ്രൂപ്പിലേക്ക് മുറിച്ചു മാറ്റുന്നതിന്, ഡിവൈഡ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ സെഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. സോ ഒരു എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി is complex and our environmental segmentation is there and the environmental change is static. അങ്ങനെയുള്ള ഓർഗനൈസേഷൻ എന്തായിരിക്കും? ഓർഗനൈസേഷൻ സ്ട്രക്ചർ will be the decentralized. Next, same process. Environmental complexity is complex, environmental segmentation is present and the environmental change is dynamic. Dynamic എന്ന് വെച്ചാൽ ഡൈനാമിക് നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ് അഡാപ്റ്റ് ദ വേരിയസ് ചേഞ്ചസ് ബേസ്ഡ് അപ്പോൺ ദ വർക്ക് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ അതുകൂടാതെ എൻവിറോൺമെന്റൽ ചേഞ്ച് ഡൈനാമിക് ആണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്തായിരിക്കും? മിക്സ്ഡ് ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും. വെറും ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കില്ല, മിക്സ്ഡ് ആയിരിക്കും. എന്താണ് ഈ മിക്സ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഗോസ് ടു ദ വേരിയസ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ്. സെക്കൻഡ് ലാസ്റ്റ്, if the environmental complexity is complex, environmental segmentation is absent. Complexity ഉണ്ട്, segmentation ഇല്ല, ചേഞ്ച് സ്റ്റാറ്റിക് ആണെങ്കിൽ എന്താണ്? നമ്മുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ നമ്മൾ ഫസ്റ്റ് ഇഫ് റൂൾ പോലെ അത് ഫങ്ഷണൽ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മളുടെ എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി കോംപ്ലക്സ് ആണ്, എൻവിറോൺമെന്റൽ സെഗ്മെന്റേഷൻ ആബ്സെന്റ് ഇല്ല, സെഗ്മെന്റേഷനേ ഇല്ല, എൻവിറോൺമെന്റൽ ചേഞ്ച് ഡൈനാമിക് ആണ്. അപ്പൊ അവിടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എ മിക്സ്ഡ് ഫങ്ഷണൽ. മിക്സ്ഡ് ഫങ്ഷൻസ് ഒരു സ്പെസിഫിക് ആയിരിക്കും. മിക്സ്ഡ് അത് പല ഡിപ്പാർട്ട്മെന്റിലേക്ക്, വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് മൂവ് ഓൺ ചെയ്യും. അപ്പൊ ഇതാണ് നമ്മുടെ 6 if then റൂൾസ്. ഫസ്റ്റ് കേസിൽ എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി സിമ്പിൾ ആണ്, അവിടെ എൻവിറോൺമെന്റൽ ചേഞ്ച് സ്റ്റാറ്റിക് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫങ്ഷണൽ ആണ്. രണ്ടാമത്തെ കേസിൽ എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി സിമ്പിൾ ആണ്, എൻവിറോൺമെന്റൽ ചേഞ്ച് ഡൈനാമിക് ആണെങ്കിൽ അവിടെ നമുക്ക് അറിയാൻ പറ്റുന്ന സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് മിക്സ്ഡ് ഫങ്ഷണൽ. മൂന്നാമത്തത് എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി കോംപ്ലക്സും ആണ്, എൻവിറോൺമെന്റൽ സെഗ്മെന്റേഷനും ഉണ്ട്. നമ്മുടെ എൻവിറോൺമെന്റൽ ചേഞ്ച് സ്റ്റാറ്റിക് ആണെങ്കിൽ അവിടെ നമുക്ക് ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ കാണാൻ പറ്റും. നാലാമത് എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി കോംപ്ലക്സ് ആണ്, എൻവിറോൺമെന്റൽ സെഗ്മെന്റേഷൻ ഉള്ളത് പ്രസന്റ്. ഓൾറെഡി നമുക്ക് എൻവിറോൺമെന്റൽ സെഗ്മെന്റേഷനും ഉണ്ട്, എൻവിറോൺമെന്റൽ ചേഞ്ച് ഡൈനാമിക്കും ആണെങ്കിൽ അവിടെ നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ കാണാൻ പറ്റുന്നത് ഒരു മിക്സ്ഡ് ഡീസെൻട്രലൈസ്ഡ് ആണ്. അഞ്ചാമത്തത് കോംപ്ലക്സിറ്റി കോംപ്ലക്സ് ആണ്, സെഗ്മെന്റേഷൻ ആബ്സെന്റും ആണ്. സ്റ്റാറ്റിക് എൻവിറോൺമെന്റ് ചേഞ്ച് ആണെങ്കിൽ അവിടെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ കാണപ്പെടുന്നു. എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി കോംപ്ലക്സ്, സെഗ്മെന്റേഷൻ ഇല്ല, എൻവിറോൺമെന്റൽ ചേഞ്ച് ഡൈനാമിക് എൻവിറോൺമെന്റൽ ചേഞ്ച് ആണെങ്കിൽ അവിടെ നമുക്ക് കാണപ്പെടപ്പെടുന്നത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയുള്ളതായിരിക്കും? ഇറ്റ്സ് എ മിക്സ്ഡ് ഫങ്ഷണൽ. മിക്സ്ഡ് ഫങ്ഷൻ ആയിട്ടുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് അവിടെ കാണപ്പെടുന്നത്. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. 2 വട്ടം അല്ലെങ്കിൽ 3 വട്ടം ഇരുന്ന് വായിച്ചാൽ മാത്രമേ ഈ ഇഫ് ദെൻ റൂൾസ് മനസ്സിലാവുള്ളൂ. അപ്പോ 2-3 വട്ടം വായിക്കുക. ജസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു എൻവിറോൺമെന്റിന്റെ കോംപ്ലക്സിറ്റി സിമ്പിൾ ആണ്, അവരുടെ എൻവിറോൺമെന്റ് ചേഞ്ച് സ്റ്റാറ്റിക് ആണെങ്കിൽ ഫങ്ഷണൽ ആയിരിക്കും. ഈ എൻവിറോൺമെന്റൽ ചേഞ്ച് ഡൈനാമിക് ആവുമ്പോൾ അത് മിക്സ്ഡ് ഫങ്ഷൻ ആയിരിക്കും. അതേപോലെ തന്നെ എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി കോംപ്ലക്സ്, അവിടെ സെഗ്മെന്റേഷൻ ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റാറ്റിക് എൻവിറോൺമെന്റൽ ചേഞ്ച് ആണ് കാണുന്നതെങ്കിൽ അതൊരു ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും. അതേപോലെ തന്നെ എൻവിറോൺമെന്റൽ കോംപ്ലക്സിറ്റി കോംപ്ലക്സ് ആണ്, എൻവിറോൺമെന്റൽ സെഗ്മെന്റേഷനും ഉണ്ട്. ഡൈനാമിക് എൻവിറോൺമെന്റ് ചേഞ്ച് ആണെങ്കിൽ മിക്സ്ഡ് ഡീസെൻട്രലൈസേഷൻ. കോംപ്ലക്സിറ്റി ഉണ്ട്, സെഗ്മെന്റേഷൻ ഇല്ല, സ്റ്റാറ്റിക് എൻവിറോൺമെന്റ് ആണെങ്കിൽ ഫങ്ഷണൽ. ഫസ്റ്റ് കോംപ്ലക്സിറ്റി ഉണ്ട്, സെഗ്മെന്റേഷൻ ഇല്ല, ഡൈനാമിക് ചേഞ്ച് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണപ്പെടുന്നത് മിക്സ്ഡ് ഫങ്ഷണൽ ആണ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. ഇതാണ് നമ്മുടെ ഇഫ് ദെൻ റൂൾ. മൂവിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. സിമ്പിൾ ആണ് ഇത്. നമ്മുടെ ഒറ്റ സ്ട്രക്ചറിൽ നമ്മളിങ്ങനെ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ 2-3 വട്ടം ജസ്റ്റ് ഈ കോൺസെപ്റ്റ് മാത്രം, ഈ PPT മാത്രം റിഫർ ചെയ്താലും മതി. ഇമ്പോർട്ടന്റ് എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒരു 2 ടൈംസ് ഇഫ് ദെൻ റൂൾ മാത്രമായിരിക്കും കൺഫ്യൂസ് ആയിരിക്കുക.
ബാക്കിയൊക്കെ എളുപ്പമാണ്. അതേമാതിരി നമ്മുടെ ഈ കണ്ടിജൻസി അപ്രോച്ചും നമ്മുടെ ഈ ഫാക്ടേഴ്സും ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഈ ഒരു സെഷനിൽ, ഈ ഒരു ചാപ്റ്ററിൽ തന്നെ, ഇന്നത്തെ സെഷനിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ്, എക്സാമിന് ഒരു 100% ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഓർഗനൈസേഷണൽ ഡയഗ്നോസ്റ്റിക് മോഡൽസ്. എന്താണ് ഈ ഓർഗനൈസേഷണൽ ഡയഗ്നോസ്റ്റിക് മോഡൽസ്? 9 മോഡൽസ് ആണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ 9 മോഡൽസിലും, ഇത് 9 മോഡൽസ് കുറെ ഉണ്ടെന്ന് അറിയാം, പക്ഷെ അത് വളരെ സിമ്പിൾ ആണ്. അതിന്റെ കോൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. എല്ലാതും പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് പിക്ചോറൽ റെപ്രസെന്റേഷൻ ആണ്. പിക്ചോറൽ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺ വേർഡ്സ് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 3 മോഡൽസേ ഉള്ളൂ. മെക്കൻസീസ് 7S ഫ്രെയിംവർക്ക് ഫോർ ഓർഗനൈസേഷണൽ ഡയഗ്നോസിസ്, ജെ ഗൽബ്രിത്ത് സ്റ്റാർ മോഡൽ, വൈസ്ബ്രോഡ് 6 ബോക്സ് മോഡൽ. ഈ 3 മോഡൽസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ മെക്കൻസീസ് 7S മോഡൽസ്. എന്താണ് ഈ മെക്കൻസി 7S മോഡൽ എന്ന് പറയുന്നത്? ഈ മെക്കൻസി 7S ഫ്രെയിംവർക്ക് ഫോർ ഓർഗനൈസേഷണൽ ഡയഗ്നോസിസിനെയാണ് നമ്മൾ മെക്കൻസി 7S മോഡൽ എന്ന് പറയുന്നത്. ഈ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? 7S ഫ്രെയിംവർക്ക്. 7S എന്നൊരു വേർഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. 7S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ആണ് ഈ ഒരു ഓർഗനൈസേഷണൽ ഡയഗ്നോസിസിൽ ഉള്ളത്. ഏതൊക്കെയാണത്? സ്ട്രക്ചർ, സിസ്റ്റം, സ്റ്റൈൽ, സ്കിൽസ്, സ്ട്രാറ്റജീസ്, ഷെയർ, വാല്യൂസ്. സ്ട്രക്ചർ, സിസ്റ്റം, സ്റ്റൈൽ, സ്റ്റാഫ്, സ്കിൽസ്, സ്ട്രാറ്റജി, ഷെയർ, വാല്യൂസ്. എന്താണ് ഈ മെക്കൻസി 7S മോഡൽ എന്ന് പറയുന്നത്? ഈ മെക്കൻസി 7S മോഡൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്രെയിംവർക്ക് കംപ്ലീറ്റ്ലി ഓർ പ്യൂർലി ബേസ്ഡ് അപ്പോൺ എ കമ്പനീസ് ഓർഗനൈസേഷണൽ ഡിസൈൻ ആൻഡ് കോർഡിനേഷൻ. ഒരു ഓർഗനൈസേഷന്റെ കോർഡിനേഷൻ അഥവാ ഓർഗനൈസേഷന്റെ ഡിസൈന്റെ അടിസ്ഥാനപരമായിട്ടാണ് ഈ 7S ഫ്രെയിംവർക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്, ഈ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. It aims to depict how the manager or a manage organizational change by strategizing around the interactions of 7 skills elements. ഈ 7 skills ആണ് ഈ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു കമ്പനീന്റെ ഓർഗനൈസേഷണൽ ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷണൽ കോർഡിനേഷനെ അടിസ്ഥാനപരമായിട്ടാണ് അല്ലെ. ഈ ഒരു 7S മോഡലിനെ ഇതൊരു ഓർഗനൈസേഷണൽ ടൂൾ എന്ന് നമുക്ക് പറയാം. എന്തുകൊണ്ടാണ് ഈ മെക്കൻസി 7S ഫ്രെയിംവർക്കിനെ ഒരു ഓർഗനൈസേഷണൽ ടൂൾ എന്ന് പറയുന്നത്? ഇറ്റ്സ് എൻ ഓർഗനൈസേഷണൽ ടൂൾ that helps to assess the well-being and future success of a company. ഒരു കമ്പനീന്റെ സക്സസ് റേഷ്യോ, സക്സസ് റേറ്റിനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിംവർക്ക് ആണ് ഈ മെക്കൻസി 7S ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, മെക്കൻസി 7S ഫ്രെയിംവർക്ക് or model, it is purely based upon a company's organizational coordination and organizational design. It helps us to measure the success ratio and the success well-being of a company. ഇതില് 7 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. 7 ഫാക്ടേഴ്സ്. ഈ 7 ഫാക്ടേഴ്സ് 2 രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഹാർഡ് എലമെന്റും സോഫ്റ്റ് എലമെന്റും. ഹാർഡ് എലമെന്റും സോഫ്റ്റ് എലമെന്റും. അപ്പൊ ഈ സ്ട്രക്ചറിൽ എന്തൊക്കെയാണ് ഹാർഡ് എലമെന്റ്, എന്തൊക്കെയാണ് ഈ സോഫ്റ്റ് എലമെന്റ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹാർഡ് എലമെന്റ് ആണ് സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം. ആദ്യം കാണുന്ന 3 എണ്ണം സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, അതിനെ ഹാർഡ് എലമെന്റ് എന്ന് പറയുന്നു. സ്റ്റൈൽ, സ്റ്റാഫ്, വാല്യൂസ് എന്ന് വെച്ചാൽ ഷെയർഡ് വാല്യൂസ് ആൻഡ് സ്കിൽസ്. സ്റ്റൈൽ, സ്റ്റാഫ്, സ്കിൽ, ഷെയർഡ് വാല്യൂസ്, ഇതിനെ സോഫ്റ്റ് എലമെന്റ്സ് എന്നും പറയുന്നു. സോ മെക്കൻസി 7S ഫ്രെയിംവർക്ക് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് ഡയഗ്നോസിസ് 2 തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് എന്താണ്? ഹാർഡ് എലമെന്റും. 2 എന്താണ്? സോഫ്റ്റ് എലമെന്റും. അല്ലെ.
അപ്പൊ ഹാർഡ് എലമെന്റ് ഏതൊക്കെയാണ്? 3 ഹാർഡ് എലമെന്റും 4 സോഫ്റ്റ് എലമെന്റുമാണ്. ഹാർഡ് എലമെന്റ് ആണ് സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം. സോഫ്റ്റ് എലമെന്റ് ആണ് സ്റ്റൈൽ, സ്റ്റാഫ്, സ്കിൽസ് ആൻഡ് ഷെയർഡ് വാല്യൂസ്. ഫസ്റ്റ് വൺ സ്ട്രാറ്റജി. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ മൂവ് ഓൺ ടു പോകുന്നത് നെക്സ്റ്റ് സ്ലൈഡിലേക്കാണ് കേട്ടോ. ഒരു കമ്പനീന്റെ മെക്കൻസി 7S ഫ്രെയിംവർക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എപ്പോഴും അത് ഫോക്കസ് ചെയ്യുന്നത് ഒരു കമ്പനീന്റെ ഓർഗനൈസേഷണൽ ചേഞ്ചിനെയാണ്. ഫെസിലിറ്റേറ്റ് ഓർഗനൈസേഷണൽ ചേഞ്ച് അല്ലെ? അതെങ്ങനെയായിരിക്കും? ഓർഗനൈസേഷണൽ ഡിസൈനും ഒരു ഓർഗനൈസേഷണൽ കോർഡിനേഷനെയും അവരെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ 7S ഫ്രെയിംവർക്ക് 2 കാറ്റഗറി ആയിട്ട് തരം നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒരു ഹാർഡ് എലമെന്റ്സും സോഫ്റ്റ് എലമെന്റ്സും. സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം ഹാർഡ് എലമെന്റും, സ്റ്റൈൽ, ഷെയർഡ് വാല്യൂ, സ്റ്റാഫ്, സ്കിൽസിനെ സോഫ്റ്റ് എലമെന്റ്സ് ആയിട്ടാണ് നമ്മൾ തരം തിരിച്ചിട്ടുള്ളത്. ഇനി എന്താണ് ഈ സ്ട്രാറ്റജി? സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസിങ് എ മിഷൻ ആൻഡ് വിഷൻ ഓഫ് ദ ഓർഗനൈസേഷൻ. ബൈ യൂസിങ് മിഷൻ and vision of the organization's objectives become clear. ഇവിടെ നമുക്ക് ഈ സ്ട്രാറ്റജിയില് ഓർഗനൈസേഷന്റെ നമ്മൾ ഓർഗനൈസേഷന്റെ മിഷനും വിഷനും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത്. Even you can also find out these elements in the strategic planning of an organization. ഈ സെയിം എലമെന്റ്സിൽ എന്താണ് നമ്മള് ലോങ് ടേം പ്ലാനിങ്, സ്ട്രാറ്റജിക് എന്ന് വെച്ചാൽ ലോങ് ടേം പ്ലാനിങ് ആട്ടോ. ഒരു ഓർഗനൈസേഷന്റെ ഓവറോൾ പ്ലാനിങ്ങിന് നമ്മളിത് യൂട്ടിലൈസ് ചെയ്യും. രണ്ടാമത്തത് സ്ട്രക്ചർ ഓഫ് എൻ ഓർഗനൈസേഷൻ. അഥവാ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഇതെന്താ പറയുന്നത്? ഹൗ ഇസ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് വിച്ച് ദ ഹൈറാർക്കിയൽ ലെയേഴ്സ് ആർ. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്താണ്? ഹൈറാർക്കിയൽ ലെയേഴ്സ്. എന്തൊക്കെയാണ് ഈ ഓർഗനൈസേഷൻ ഹൈറാർക്കി എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ. ഇങ്ങനെയാണ് ഈ ഓർഗനൈസേഷൻ ഹൈറാർക്കിയുടെ ലെവൽ വരുന്നത്. ടോപ്പ്, ലോവർ, മിഡിൽ. ടോപ്പ്, മിഡിൽ, ലോവർ. ഇതിന് തന്നെ വെർട്ടിക്കൽ എന്നും ഹൊറിസോണ്ടൽ എന്നും ലാറ്ററൽ എന്നും നമ്മൾ പറയും. മൂന്നാമത്തത് സിസ്റ്റംസ് എപ്പോഴും it's a formal and informal method of operation, procedures and communication flow. എപ്പോഴും മനസ്സിലാക്കേണ്ടത് അത് ഫോർമലും ആണ്, ഇൻഫോർമൽ ഫ്ലോ ഓഫ് ദ ഇൻഫോർമേഷൻ ഫ്രം ദ ടോപ്പ് ലെവൽ ടു ഹയർ ലെവൽ, ടോപ്പ് ലെവൽ ടു ദ ലോവർ ലെവൽ. അതുകൊണ്ടാണ് ഈ സ്ട്രാറ്റജി സിസ്റ്റത്തിനെ ഹാർഡ് എലമെന്റ്സ് എന്നും സ്റ്റൈൽ, ഷെയർഡ് വാല്യൂ, സ്റ്റാഫ്, സ്കിൽസിനെ നമ്മളെ സോഫ്റ്റ് എലമെന്റ്സ് എന്നും പറയണത്. ഇനി സോഫ്റ്റ് എലമെന്റ്സിലേക്ക് നമുക്ക് പോവാം. എന്താണ് ഈ സോഫ്റ്റ് എലമെന്റ്സ്? ഷെയർഡ് വാല്യൂസ്, സ്റ്റൈൽസ്, സ്റ്റാഫ്സ്, സ്കിൽസ്. ഷെയർഡ് വാല്യൂസ് എന്താണ്? ഷെയർഡ് വാല്യൂസ് ഒരു കമ്പനിക്ക് അവരുടേതായ നോംസും വാല്യൂസും കൾച്ചർ ഉണ്ട്. കോർപ്പറേറ്റ് കൾച്ചർ. ഒരു ഓർഗനൈസേഷൻ അവരുടെ ഫോം ഓഫ് എത്തിക്സ് ഉണ്ടായിരിക്കും. ഷെയർഡ് വാല്യൂസ്, നോംസ് ഉണ്ടായിരിക്കും. ഒരു കോർപ്പറേറ്റ് കൾച്ചർ ഉണ്ടായിരിക്കും. അവരുടെ കുറച്ച് കീ എലമെന്റ്സ് ഉണ്ട്. ഇതിനെയാണ് നമ്മുടെ ഷെയർഡ് വാല്യൂസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്റ്റൈൽ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാനേജറിയൽ സ്റ്റൈൽ, ലീഡർഷിപ്പ് സ്റ്റൈൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓട്ടോക്രാറ്റിക്, പാർട്ടിസിപ്പേറ്റീവ്, പാരന്റലിസ്റ്റിക്, കറിസ്മാറ്റിക് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഓരോ ഓർഗനൈസേഷനും അവരുടെ ഫോം ഓഫ് സ്റ്റൈലിനെ അവര് അഡാപ്റ്റ് ചെയ്യും. സ്കിൽസ് ആർ കൺസേൺ വിത്ത് ബോത്ത് ദ ഓർഗനൈസേഷൻ ആൻഡ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ സ്കിൽസ് അനുസരിച്ചിട്ടാണ് എപ്പോഴും ഒരു ഓർഗനൈസേഷന്റെ സ്മൂത്ത് ഫ്ലോ ഓഫ് കോർപ്പറേഷൻ അല്ലെങ്കിൽ സ്മൂത്ത് ഫ്ലോ ഓഫ് വർക്ക് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി എംപ്ലോയീസ് എപ്പോഴും ഒരു സോഫ്റ്റ് എലമെന്റ് ആണ് അല്ലേ? കാരണം എന്താണ്? ദേ ആർ ഹാവിംഗ് ദ കോമ്പറ്റൻസ് ആൻഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ. എംപ്ലോയീസ് വേണം. ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്കൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ അവിടെ ഉണ്ടായിരിക്കുള്ളൂ അല്ലെ? നമ്മൾ ഇൻക്രീസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇൻ ദി ഓർഗനൈസേഷൻ എന്ന് പറയും. സ്റ്റാഫ്സ് അടിസ്ഥാനപരം മെയിൻ ഫാക്ടർ ആണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. സ്റ്റാഫ്, എംപ്ലോയീസ്, ഹ്യൂമൻ ലേബർ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. കാരണം എന്താണ്? ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വളർച്ചയ്ക്ക്, കമ്പനിയുടെ വളർച്ചയ്ക്ക് ആര് കാരണമാകുന്നു? സ്റ്റാഫ്
കാരണമാകുന്നു. അപ്പൊ നമ്മുടെ മെക്കൻസി 7S ഫ്രെയിംവർക്ക് മോഡൽ എന്താണ് ഏറ്റവും കൂടുതൽ അത് പുതിയ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യും, ഫെസിലിറ്റേറ്റ് ഓർഗനൈസേഷണൽ ചേഞ്ച് ഇൻ ദ ഓർഗനൈസേഷൻ. ഈ 7S ഫ്രെയിംവർക്ക് അല്ലെ, 7S ഏതൊക്കെയാണ്? സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, സ്കിൽസ്, ഷെയർഡ് വാല്യൂ, സ്റ്റൈൽ ആൻഡ് സ്റ്റാഫ്. ഇതിനെ ഹാർഡ് എലമെന്റും സോഫ്റ്റ് എലമെന്റും നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്. ഹാർഡ് എലമെന്റ് ഏതൊക്കെയാണ്? സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം. സോഫ്റ്റ് എലമെന്റ് ഏതൊക്കെയാണ്? 4 സോഫ്റ്റും 3 ഹാർഡ് ആണ്. സോഫ്റ്റ്, ഷെയർഡ് വാല്യൂ, സ്കിൽസ്, സ്റ്റാഫ് ആൻഡ് സ്റ്റൈൽ. ഇതാണ് നമ്മുടെ മെക്കൻസിയുടെ 7S ഫ്രെയിംവർക്ക്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇത് എളുപ്പമാണ്. മെക്കൻസി 7S ഫ്രെയിംവർക്ക് എളുപ്പമാണ്. എപ്പോഴും പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ചെയ്യുക. ആദ്യത്തെ 3 സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം അത് ഹാർഡും, അടിയത്തെ 4 നടുക്കത്തതും. സ്കിൽസ്, സ്റ്റൈൽ, ഷെയർഡ് വാല്യൂസ് ആൻഡ് സ്റ്റാഫ് അത് എപ്പോഴും വരുന്നത് സോഫ്റ്റ് എലമെന്റ് ആണ്. ഇതാണ് നമ്മുടെ മെക്കൻസിയുടെ 7S framework models. Strategy. It regulates how the organization will work towards the goals and compete in the market. Structure. In organization start, different business related functions are specified and related. System. Different types of framework, procedures that help in influence how the organization function. Skills. The elements of the organization ability to work effectively and the individual's knowledge, skills and ability is usually reflected in the competency framework. Staff. Usually this reflects how the employees in the organization are placed, managed and controlled in the structure. Style. It reflects how the management organize, manages the entire entity. Leadership styles ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Skills, system, staff, shared values എന്തൊക്കെയാണ്? Reflect the norms and standards by which the behavior of employees get managed. ഇതാണ് നമ്മുടെ മെക്കൻസിയുടെ 7S ഫ്രെയിംവർക്ക്. ഇനി അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മെക്കൻസി 7S ഫ്രെയിംവർക്ക്. എന്തൊക്കെയാണ് മെക്കൻസി 7S ഫ്രെയിംവർക്കിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും? മെക്കൻസിയുടെ 7S ഫ്രെയിംവർക്ക് ഒരു ഒറ്റ സ്പെസിഫിക് ഡീറ്റെയിൽസ് അല്ല ഫോക്കസ് ചെയ്യുന്നത്. It aligns all the elements rather than focusing on the specific details. എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ടാർഗറ്റിനെ ഫോക്കസ് ചെയ്യാതെ അത് എല്ലാത്തിനെയും അലൈൻ ചെയ്യുന്ന എല്ലാ എലമെന്റ്സിനും അത് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇറ്റ്സ് നോട്ട് ഓൺലി ഫോക്കസിങ് ഓൺ ദ സ്പെസിഫിക് ഡീറ്റെയിൽസ്. സ്പെസിഫിക് ഡീറ്റെയിൽസ് മാത്രമല്ല, ഇറ്റ്സ് അലൈൻസ് ഓൺ ദ എൻറ്റയർ ഗ്രൂപ്പ്. കൂടാതെ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ട്രാക്കിംഗ് ദ ചേഞ്ചസ് യൂസിങ് അനലറ്റിക്സ്. അനലറ്റിക്സ് ഉപയോഗിച്ചിട്ട് എന്താണ് ഓർഗനൈസേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നോ അതിനൊക്കെ അത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. Also, it helps in the application of different procedure that can be applied in the organization. പല തരത്തിലുള്ള പ്രൊസീജിയേഴ്സിനെ മനസ്സിലാക്കാനും വിലയിരുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല രീതിയിലുള്ള പ്രൊസീജിയർ നമുക്ക് എവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം? നമ്മുടെ ഓർഗനൈസേഷനിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. Moreover, mergers and accusation. Mergers and accusation means it is a transaction which is happening in a business. ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ അടിസ്ഥാനപരമായിട്ടാണ് മെർജർ ആൻഡ് അക്യൂസേഷൻ അല്ലെ. എന്താണ്? ഇറ്റ്സ് എ ബിസിനസ് transaction. Ownership of a company is transferred from one person to another. അതും കൂടാതെ ഈ 7S ഫ്രെയിംവർക്ക് എന്തിനു സഹായിക്കുന്നു? ഇറ്റ് ഹെൽപ്സ് ഇൻ ദി അലയൻസ് ആൻഡ് മെർജർ ആൻഡ് അക്യൂസേഷൻസ് ആർ വെൽ പ്ലാൻ. മെർജർ ആൻഡ് അക്യൂസേഷൻ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനും ഇത് സഹായിക്കുന്നു. മെർജർ ആൻഡ് അക്യൂസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ബിസിനസ് ട്രാൻസാക്ഷൻസ് വിച്ച് ഇസ് ഹാപ്പനിങ്. ദാറ്റ് മീൻസ് ദ ഓണർഷിപ്പ് ആണ് ഇവിടെ ട്രാൻസ്ഫർ ആയി പോകുന്നത്. ഇതാണ് നമ്മുടെ മെക്കൻസി 7S ഫ്രെയിംവർക്കിന്റെ അഡ്വാൻറ്റേജസ്. എന്തിനും നല്ല വശം ഉണ്ടോ അതേപോലെ തന്നെ ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ടായിരിക്കും അല്ലെ. എന്താണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് വരുന്നത്? ഇറ്റ് ലാക്സ് ഓൺ ആക്ഷൻ പ്ലാൻ ഫോർ ദ ചേഞ്ച് മാനേജ്മെന്റ്. 7S ഫ്രെയിംവർക്ക് ഓർഗനൈസേഷണൽ ചേഞ്ചിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറയുന്നു അല്ലെ. അപ്പൊ നമ്മൾ എന്തൊരു ചേഞ്ച് കൊണ്ടുവന്നാലും അവിടെ ഒരു ആക്ഷൻ പ്ലാൻ വേണം. പക്ഷെ മെക്കൻസി 7S ഫ്രെയിംവർക്ക് ഉള്ളതുകൊണ്ട് ചേഞ്ചസിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും നമുക്ക് ആക്ഷൻ പ്ലാൻസ് കൊണ്ടുവരാൻ പറ്റുന്നില്ല. സോ ഫസ്റ്റ് വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ലാക്സ് ആൻ ആക്ഷൻ പ്ലാൻ ഫോർ ദ ചേഞ്ച് മാനേജ്മെന്റ്.
It only represent all the elements and how they influence the organization. ഒരു ആക്ഷൻ പ്ലാൻ അവിടെ കൊണ്ടുവരുന്നില്ല. ഇത് എലമെന്റ്സിനെ മാത്രം റെപ്രസെന്റ് ചെയ്യുന്നത് ആ എലമെന്റ്സ് എങ്ങനെ ഓർഗനൈസേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നും റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ആക്ഷൻ പ്ലാന് നമ്മുടെ മെക്കൻസി 7S ഫ്രെയിംവർക്ക് മോഡലിൽ ഇല്ല. ഇനി എക്സ്റ്റേണൽ ഫാക്ടർ, ഒരു ഓർഗനൈസേഷന്റെ എക്സ്റ്റേണൽ ഫാക്ടറിനെ ഇത് ഫോക്കസ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ലാക്സ് the focus on the external factors of the influence of the organization. External factors എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? പൊളിറ്റിക്കൽ ഫാക്ടർ, സോഷ്യൽ ഫാക്ടർ, എക്കണോമിക്കൽ ഫാക്ടർ, എൻവിറോൺമെന്റൽ ഫാക്ടർ, ടെക്നോളജിക്കൽ ഫാക്ടർ ആൻഡ് ദ കോമ്പറ്റീറ്റീവ് ഫാക്ടർ. മെക്കൻസി ഫ്രെയിംവർക്ക് മോഡൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നില്ല. It lacks the concentration on the external factor of the organization. It is reflected only in the strategy formulation. Strategy formulation മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. It's not focusing or it's not influence the factors which is responsible for the external. ഇനി it does not place enough value on organizational performance. അതും കൂടാതെ എന്താണ്, mergers and acquisition വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യാൻ സഹായിക്കും. അതേസമയം എന്താണ്, ഓർഗനൈസേഷണൽ പെർഫോമൻസിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ഗിവിംഗ് മച്ച് വാല്യൂ ഓൺ ദ ഓർഗനൈസേഷണൽ പെർഫോമൻസ്. 7S ഫ്രെയിംവർക്ക് കൊണ്ട് കമ്പനിക്ക് കുറെ ഗുണങ്ങളുണ്ട്, അതേസമയം കുറച്ച് ഡിസഡ്വാൻറ്റേജസും കിട്ടുന്നുണ്ട്. ഇതാണ് 7S ഫ്രെയിംവർക്കിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അപ്പൊ എന്തൊക്കെയാണ് 7S ഫ്രെയിംവർക്ക്? 7S ഫ്രെയിംവർക്ക് ഫോക്കസ് ചെയ്യുന്നത് ഓർഗനൈസേഷണൽ ചേഞ്ചസ് ആണ്. എന്താ ചേഞ്ചസ് ഓർഗനൈസേഷനിൽ നടക്കുന്നുണ്ടോ, അതിന് ആര് കാരണമാകുന്നു, അതിനെ 7S ഫ്രെയിംവർക്ക് കാരണമാകുന്നു, അത് നല്ല രീതിയിൽ ചെയ്യുന്നു അല്ലെ. ഇറ്റ്സ് ട്രാക്കിംഗ് ഓൾ ദ ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷണൽ പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ഓൾസോ ഇറ്റ്സ് ട്രാക്കിംഗ് ദ ചേഞ്ചസ് വിച്ച് ഹാപ്പനിങ് ഇൻ ദ അനലറ്റിക്സ്. എന്തൊക്കെയാണ് 7S ഫ്രെയിംവർക്ക്? സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, സ്റ്റൈൽ, സ്കിൽ, ഷെയർഡ് വാല്യൂസ് ആൻഡ് സ്റ്റാഫ്. രണ്ട് തരത്തിലായിട്ടാണ് നമ്മുടെ 7S ഫ്രെയിംവർക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് ആ രണ്ട് തരം? ഹാർഡ് എലമെന്റും ഒന്ന് സോഫ്റ്റ് എലമെന്റും. മൂവിങ് ടു ദ നെക്സ്റ്റ് മോഡൽ. 7S ഫ്രെയിംവർക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തതായിരിക്കും. ഓക്കെ, സോ എപ്പോഴും ശ്രദ്ധിക്കുക, 7S ഫ്രെയിംവർക്ക് എന്തൊക്കെയാണ്? സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, സ്റ്റൈൽ, സ്റ്റാഫ്, സ്കിൽ, ഷെയർ, വാല്യൂസ്. ഇനി രണ്ടാമത്തെ മോഡലാണ് ജെയ് ഗൽബ്രൈറ്റ് സ്റ്റാർ മോഡൽ. എന്താണ് ജെയ് ഗൽബ്രൈറ്റ് മോഡൽ എന്ന് പറയുന്നത്? വാട്ട് ഈസ് ദിസ് ഗൽബ്രൈറ്റ് മോഡൽ? എന്താണ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജെയ് ഗൽബ്രൈറ്റ് മോഡൽ, ഇറ്റ് ഈസ് എ മോഡൽ ഓഫ് ഓർഗനൈസേഷൻ which is simple but effective model that emphasizes the importance of organizational structure in achieving business objective. അല്ലെ, ഇവിടെ എന്താണ്, ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് കൂടുതൽ എന്താണ്? ഇമ്പോർട്ടൻസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ ആസ് എ ബേസ് ഓഫ് ഡിഫറെന്റ് ഡിസൈൻ പോളിസി, ഡിസൈൻ ചോയ്സസ് ആണ് അല്ലെ. എന്താണ് ജെയ് ഗൽബ്രൈറ്റ് സ്റ്റാർ മോഡൽ? It's a framework that caters to employee behavior by formulating design policies. All the design policies are developed and controlled by the management. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജെയ് ഗൽബ്രൈറ്റ് ഈ ഒരു സ്റ്റാർ മോഡൽ കണ്ടുപിടിച്ചിട്ടുള്ളത്? It is the area which is connected and allied to successfully shape the decision and behavior of the organization. നമുക്ക് ബിഹേവിയർ, ഓർഗനൈസേഷണൽ ബിഹേവിയറും ഓർഗനൈസേഷണൽ ഡിസിഷനും അടിസ്ഥാനപരമായിട്ടാണ് ജെയ് ഗൽബ്രൈറ്റ് തന്റെ 5-star മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് കാറ്റേഴ്സ് ദ എംപ്ലോയി ബിഹേവിയർ ഇൻ ദ ഓർഗനൈസേഷൻ. എങ്ങനെയാണ് അത് അട്രാക്ട് ചെയ്യുന്നത്? എന്താണ് എംപ്ലോയീസിന്റെ ബിഹേവിയറിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെ? ബൈ ഫോർമുലേറ്റിംഗ് ദ ഡിസൈൻ പോളിസീസ്. ഡിസൈൻ പോളിസീസ് ബേസ് ചെയ്തിട്ടാണ് എംപ്ലോയീസിന്റെ ബിഹേവിയർ അവർ കാറ്റേഴ്സ് ചെയ്യുന്നത്. ആൻഡ് ഈ ഓരോ പോളിസി, ഈ ഓൾ ഡിസൈൻ പോളിസി കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ മാനേജ്മെന്റ് ആണ്. അപ്പൊ ഈ 5S പോളിസീസ് ഏതൊക്കെയാണ്? സ്ട്രാറ്റജി, സ്ട്രക്ചർ, പ്രോസസ്, റിവാർഡ്, പോളിസി.
ഈ 5 ഇന്റർ കണക്റ്റഡ് ആണ് അല്ലെ. എങ്ങനെയാണ് സ്ട്രാറ്റജി കണക്ട് ചെയ്തിരിക്കുന്നത്? ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഈ ഓർഗനൈസേഷണൽ സ്ട്രാറ്റജി കണക്ട് ചെയ്തിരിക്കുന്നത് പീപ്പിൾ. ഇവിടെ പീപ്പിൾ ആരാണ്? എംപ്ലോയി. എംപ്ലോയിയുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് റിവാർഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ സ്ട്രക്ചർ, ഓർഗനൈസേഷണൽ സ്ട്രക്ചർ അനുസരിച്ച് ഡിസൈൻ ഫോർമുലേറ്റ് ചെയ്യുന്നു അല്ലെ. അതെങ്ങനെയാണ്? പ്രോസസ്. സോ വാട്ട് ഈസ് ഓർഗനൈസേഷൻ ഇൻഫോർമേഷൻ പ്രോസസിംഗ് തിയറി ഓഫ് ഗൽബ്രീത്ത് എന്ന് പറയുന്നത്? ഈ 5 ഫാക്ടേഴ്സിനെ അടിസ്ഥാനപരമായിട്ടാണ് ഇത് പറയുന്നത് അല്ലെ. വൺ ഓഫ് ദ മോസ്റ്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ് കോൺസെപ്റ്റ് ആണ് നമ്മുടെ ജയ് ഗാൽബ്രിത്ത് സ്റ്റാർ മോഡൽ അല്ലെ. മോഡൽ കൺസിസ്റ്റ് ഓഫ് 5 ഇന്റർ റിലേറ്റഡ് എലമെന്റ്സ്. ഏതൊക്കെയാണ് ഇന്റർ റിലേറ്റഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്? സ്ട്രാറ്റജി, സ്ട്രക്ചർ, പ്രോസസ്, റിവാർഡ് ആൻഡ് പീപ്പിൾ. ഇതെന്താണ്? എന്തിന് കാരണമാകുന്നു? ഇറ്റ് ഷേപ്പ് ദ ബിഹേവിയർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇറ്റ് അനലൈസ് ഓർ ഇറ്റ് ഷേപ്പ് ദ ബിഹേവിയർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ജയ് ഗാൽബ്രിത്തിന്റെ 5 സ്റ്റാർ മോഡൽ? സ്ട്രാറ്റജി, സ്ട്രക്ചർ, പ്രോസസ്, റിവാർഡ് ആൻഡ് പീപ്പിൾ. ഒരു എംപ്ലോയീസിന്റെ ബിഹേവിയറിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെ? ബൈ ഫോർമുലേറ്റിംഗ് ദ ഡിസൈൻ പോളിസീസ്. ഈ എല്ലാ ഡിസൈൻ പോളിസീസ് എങ്ങനെയാണ്? ഫുള്ളി ഡെവലപ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദി മാനേജ്മെന്റ്. ഇനി എന്തൊക്കെയാണ് സ്ട്രാറ്റജി എന്ന് നോക്കാം. ജയ് ഗാൽബ്രിത്ത് സ്റ്റാർ മോഡൽ. ദ സ്ട്രാറ്റജി വിച്ച് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിംഗ് good direction to the organization by keeping in line with the objective, mission and values. ഒരു നമ്മള് മെക്കൻസിയിൽ പഠിച്ച പോലെ തന്നെ സ്ട്രാറ്റജി എന്ന കമ്പനീന്റെ മിഷൻ, വിഷൻ, ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ട് നല്ലൊരു ഗൈഡൻസ്, ഓർഗനൈസേഷൻ നല്ലൊരു ഗൈഡൻസ് അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുക്കാൻ ആർക്ക് സാധ്യമാകുന്നു? ജയ് ഗാൽബ്രിത്തിന്റെ സ്ട്രാറ്റജി എലമെന്റിന് സാധ്യമാകുന്നു. സ്ട്രക്ചർ ഇസ് ബേസ്ഡ് അപ്പോൺ സ്പെഷ്യലൈസേഷൻ, shape, distribution of power and departmentalization അല്ലെ. സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? സ്പെഷ്യലൈസേഷൻ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യലൈസ് ഉണ്ട്. ചിലവര് നമ്മുടെ സബ്ജക്ട് MBA എടുക്കുമ്പോൾ നമ്മൾ HR സ്പെഷ്യലൈസ് ചെയ്യുന്നവരുണ്ട്, മാർക്കറ്റിംഗിൽ ചെയ്യുന്നുണ്ട്, HR തന്നെ പെർഫോമൻസ് മാനേജ്മെന്റിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്, ഫിനാൻസിലും ചെയ്യുന്നവരുണ്ട്, അങ്ങനെ ഓപ്പറേഷനിലുണ്ട്, സിസ്റ്റത്തിൽ ചെയ്യുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഇവിടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫസ്റ്റ് വൺ ബേസ്ഡ് അപ്പോൺ ദ സ്പെഷ്യലൈസേഷൻ. സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ അതൊരു ജോബ് സ്പെസിഫിക് റോൾ ആണ് അല്ലെ. അതൊരു ജോബ് സ്പെസിഫിക് റോൾ ആണ്. ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടാസ്ക് ആയിരിക്കും അവിടെ അണ്ടർടേക്ക് ചെയ്യുന്നത്. ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഉദ്ദേശിക്കുന്ന സ്പാൻ ഓഫ് കൺട്രോൾ. നമ്മുടെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെ. എന്താണ് ഈ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് സബോർഡിനേറ്റ് ഹു റിപ്പോർട്ട് ഡയറക്ട്ലി ടു എ മാനേജർ ഓർ എ ലീഡർ. ഒരു മാനേജറിന്റെ കീഴിൽ എത്ര പേര് വരുന്നോ അവരെയാണ് നമ്മൾ സ്പാൻ ഓഫ്. അവിടെ ഒരു ഹൈറാർക്കി ലെവൽ നമുക്ക് അറിയാൻ പറ്റൂലേ. എക്സ് എന്നൊരു മാനേജറിന്റെ കീഴിൽ 5 എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ആ 5 എംപ്ലോയീസ് റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എക്സ് എന്ന മാനേജർ ആയിരിക്കും. അപ്പൊ നമ്പർ ഓഫ് സബോർഡിനേറ്റ് ഹു റിപ്പോർട്ട്സ് ടു ദ മാനേജർ ഓർ എ ലീഡർ പറയുന്ന പേരാണ് സ്പാൻ ഓഫ് കൺട്രോൾ. നെക്സ്റ്റ് വൺ ഇസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. പവർ എന്താണ്? അതൊരു ഹൈറാർക്കി ഓർഡർ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ഫ്ലാറ്റ്, ടോൾ, ഹയർ പവർ അനുസരിച്ചിട്ട് ടോപ്പ് ലെവൽ ആയിരിക്കും സീനിയേഴ്സ്, അവരുടെ CEO, മാനേജിംഗ് ഡയറക്ടർ ഒക്കെ ടോപ്പ് ലെവൽ ആയിരിക്കും. മിഡിൽ ലെവൽ ആയിരിക്കും മാനേജേഴ്സ്, ലീഡേഴ്സ്, ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സ് ഒക്കെ. മാനേജേഴ്സിന്റെ കീഴിൽ വരുന്നതായിരിക്കും ടീം ലീഡേഴ്സ്, അതേപോലെ തന്നെ സബോർഡിനേറ്റ്സ് ഒക്കെ. അപ്പൊ അവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പവർ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യും ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ. നാലാമത് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. ഡിപ്പാർട്ട്മെന്റലൈസേഷൻ വെച്ചെന്താണ്? സെഗ്മെന്റേഷൻ ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്സ് based upon their function, their process and their market. ഡിപ്പാർട്ട്മെന്റ് ഡിഫറെന്റ് പല തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഒരു ഓർഗനൈസേഷനിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ അവരുടെ വർക്ക് അനുസരിച്ചിട്ട് അവരുടെ പ്രോസസ് അനുസരിച്ച് എന്താണ് നമ്മൾ സെഗ്മെന്റ് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ എലമെന്റ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്ട്രക്ചർ ഇസ് ബേസ്ഡ് അപ്പോൺ ദ സ്പെഷ്യലൈസേഷൻ, ഷേപ്പ്, distribution of power
ആൻഡ് ദി ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. നെക്സ്റ്റ് വൺ ഇസ് പ്രോസസ്. പ്രോസസ് എന്താണ്? ഇവിടെ എന്താണ്? ഇൻഫോർമേഷൻ പ്രോസസ്സിനെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു കമ്പനിയിൽ ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ, എങ്ങനെയാണ്? വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ലാറ്ററൽ, ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ അല്ലെ. ടോപ്പ് ലെവൽ എടുക്കും, അത് മിഡിൽ ലെവലിൽ അരയ്ക്കും, മിഡിൽ ലെവലിന് ലോവർ ലെവലിലേക്ക് അരയ്ക്കും. അപ്പൊ ഈ വെർട്ടിക്കൽ എന്ന് പറയുന്നതാണ് 3 ലെവലാണ്. ഇവിടെ വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ, ലാറ്ററൽ എന്ന് പറഞ്ഞ 3 ലെവൽ കൊടുക്കുന്നുണ്ട്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞ 3 ലെവലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പ്, മിഡിൽ, ലോവർ. ഹൊറിസോണ്ടൽ എന്ന് പറയുന്നതാണ് സെയിം ആണ്, സെയിം മാനേജ്. ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ മാനേജേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു കോളേജ് എടുക്കുക നമുക്ക് അല്ലെ. അപ്പൊ നമ്മുടെ കോളേജിൽ എടുക്കുമ്പോൾ ടോപ്പ് ലെവലിൽ ഇരിക്കുന്നതായിരിക്കും മാനേജിങ് ട്രസ്റ്റി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടേഴ്സ്, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? കമ്പനിയുടെ സിഇഒ ഉണ്ടായിരിക്കും, കമ്പനിയുടെ മാനേജിങ് ഡയറക്ടർ ഉണ്ടായിരിക്കും, പ്രിൻസിപ്പൽ ഉണ്ടായിരിക്കും. അവരൊക്കെ ചിലപ്പോൾ പ്രിൻസിപ്പൽ ഉണ്ടാവില്ല, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കമ്പനി. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിളിൽ നമുക്ക് പ്രിൻസിപ്പലിന് എടുക്കാം. പ്രിൻസിപ്പൽ, മാനേജിങ് ട്രസ്റ്റി, പ്രിൻസിപ്പളും സിഇഒയും നമ്മുടെ ടോപ്പ് ലെവൽ. ആ ടോപ്പ് ലെവൽ ഒരേപോലത്തെ ഡിസിഷൻ എടുക്കും അല്ലെ. അത് കഴിഞ്ഞിട്ട് അവര് വരുന്ന ഡിസിഷൻ എവിടേക്ക് പോകുന്നു? മിഡിൽ ലെവൽ. മിഡിൽ ലെവലൊക്കെ ആരാണ്? ടോപ്പ് ലെവലായ സിഇഒ, പ്രിൻസിപ്പളും മാനേജ്മെന്റ് ട്രസ്റ്റീന്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് ഡിസിഷൻ എടുക്കും. സിഇഒ പ്രിൻസിപ്പലിന്റെ അടുത്ത് പറയും, പ്രിൻസിപ്പൽ HODs ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. പ്രിൻസിപ്പൽ ഓരോ സ്റ്റാഫിനെ വിളിച്ച് പറയാണോ ചെയ്യുക? അല്ല, HODs ആയിരിക്കും പറയാം. പ്രിൻസിപ്പലിന്റെ കീഴിൽ ഒരു 10 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ 10 HODs ഉണ്ടായിരിക്കും അല്ലെ. ആ 10 HODs അടുത്ത് സംസാരിക്കും. ആ 10 HODs ഹൊറിസോണ്ടൽ ലെവലിൽ വരും. വെർട്ടിക്കൽ വരുന്ന മനസ്സിലായോ? മാനേജിംഗ് ട്രസ്റ്റി, സിഇഒ, പ്രിൻസിപ്പൽ. പ്രിൻസിപ്പലിന്റെ താഴെ 10 HODs വരും. അപ്പൊ ആ 10 HODs ഒരേ ലെവലാണ് വരുന്നത് അല്ലെ. ആ ഒരേ ലെവലിൽ നമ്മൾ എന്ത് പറയും? ഹൊറിസോണ്ടൽ. ഈച്ച് എംപ്ലോയി ഓർ മാനേജർ ലീഡേഴ്സ് പ്ലേസ്ഡ് ഓൺ ദ സെയിം ഫൂട്ടിംഗ്. ഇപ്പൊ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, മാനേജ് ഡിപ്പാർട്ട്മെന്റ്, കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെന്റ്, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ 5 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ 5 ഡിപ്പാർട്ട്മെന്റ് HOD എന്താണ്? സെയിം ഫൂട്ടിംഗിലാണ് വരുന്നത്. അപ്പൊ അതൊരു ഹൊറിസോണ്ടൽ ലെവൽ. ഇനി HODs എവിടേക്ക് പോവും? ടീച്ചേഴ്സിനേക്ക് പോവും അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു കോളേജ് എടുക്കുമ്പോൾ അതിന്റെ ഹൈറാർക്കി വരുന്നത്. അപ്പൊ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഇൻഫോർമേഷൻ ടോപ്പ് ലെവൽ ടു ലോവർ ലെവൽ വരെ എത്തുന്നു എന്നാണ് ഇത് പറയുന്നത്. സോ വെർട്ടിക്കൽ എന്ന് പറയുന്നത് എന്താണ്? അതിൽ 3 ലെവൽസ് വരുന്നുണ്ട്: ടോപ്പ്, മിഡിൽ, ലോവർ. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്, മിഡിൽ ലെവൽ മാനേജ്മെന്റ് ആൻഡ് ദ ലോവർ ലെവൽ മാനേജ്മെന്റ്. ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ സെയിം എംപ്ലോയീസ്, സെയിം ഫൂട്ടിങ്സിൽ വരുന്ന, സെയിം പവറിൽ വരുന്ന എംപ്ലോയീസിനാണ് ഹൊറിസോണ്ടൽ വരുന്നത്. ലാറ്ററൽ വരുന്ന എന്താണ്? ലാറ്ററൽ എംപ്ലോയീസ് അല്ലെങ്കിൽ ലാറ്ററൽ വരുന്നതിന് പറയുകയാണെങ്കിൽ അവർക്ക് പവർ ഇല്ല. ഒരു ടീം ലീഡർ ലീഡിങ് ടു എ സൈഡ് ആണ്. അത് അവർക്ക് പ്രത്യേകിച്ച് പവർ ഇല്ല. ഒരു ടീം ലീഡർ, ഒരു ടീം ലീഡറിന് നമ്മൾ പറയുന്നതാണ് ലാറ്ററൽ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ന്. അവർക്ക് പ്രത്യേകിച്ച് പവർ ഇല്ല. ഇറ്റ് കംസ് ടു എ സൈഡ്. നെക്സ്റ്റ് വൺ ഇസ് റിവാർഡ്. എന്താണ് റിവാർഡ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ട്രാൻസിഷൻ ഫ്രം ഇൻഡിവിജ്വൽ ഗോൾസ് ടു ഓർഗനൈസേഷണൽ ഗോൾസ്. റിവാർഡ് എന്താണ്? ഇപ്പൊ ഒന്നുമില്ല, ഇപ്പൊ ഒരു 10 ദിവസം കൊണ്ട് ഞാൻ ഒരു ടാസ്ക് തന്നു. ആ ഒരു 10 ദിവസം കൊണ്ട് ആ ടാസ്ക് ആരൊക്കെ കംപ്ലീറ്റ് ചെയ്തതെന്ന് അവർക്ക് എന്റെ ഭാഗം ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു സമ്മാനം ഇല്ലേ. അപ്പൊ 10 ദിവസം കൊണ്ട് ആരൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു അവർക്ക് ഞാനത് സമ്മാനം കൊടുക്കും. ചിലപ്പോ ആ ഒരു സമ്മാനം എന്തായിട്ട് മാറും? മോട്ടിവേഷൻ ആയിട്ട് മാറും. ഒരു ക്ലാസ്സിൽ ഒരു 30 കുട്ടികളുണ്ട്. ഞാൻ പറയാണ്, ഫസ്റ്റ് കിട്ടുന്ന കുട്ടികൾക്ക് എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഫസ്റ്റ് തവണ ഒരു എക്സാം എഴുതി കഴിഞ്ഞു, ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുത്തു. അപ്പൊ എന്താവും? സെക്കൻഡ് കിട്ടിയ കുട്ടികളും തേർഡും ഫോർത്തും അല്ലെങ്കിൽ ബാക്കിൽ വരുന്ന കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും അല്ലെ. ഓക്കെ, അടുത്ത തവണ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ഇങ്ങനത്തെ ഗിഫ്റ്റ് കിട്ടുമെന്ന്. ഇതൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാൻ, ഒരു കമ്പനീന്റെ പോയിന്റ് ഓഫ് ലെവൽ എടുക്കും. നമ്മൾ എങ്ങനെയായിരിക്കും? ദ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് അല്ലെങ്കിൽ ദ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ വീക്ക്. ഒരു മാസത്തിൽ തന്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് എന്ന് കൊടുത്തിട്ട് അവർക്ക് സാലറിക്ക് പകരം ഒരു റിമ്യൂണറേഷൻ കൊടുക്കും, ഒരു റെക്കഗ്നീഷൻ കൊടുക്കും, ഒരു അപ്രിസിയേഷൻ കൊടുക്കും. അത് എന്തിനു കാരണമാവുന്നു? അത് എംപ്ലോയീസിനൊക്കെ മോട്ടിവേറ്റ് ചെയ്യും. അത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്ത് കുറച്ചും കൂടി നന്നായിട്ട് വർക്ക് ചെയ്യാൻ കാരണമാകുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പീപ്പിൾ. പീപ്പിൾ ആരാണ്? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെയാണ് നമ്മളിവിടെ
പീപ്പിൾ എന്ന് പറയുന്നു. യൂസിംഗ് ദ ഹ്യൂമൻ റിസോഴ്സ് പോളിസീസ് എഫക്റ്റീവ്ലി ആൻഡ് സ്ട്രെങ്തനിങ് ഇൻ ഓർഡർ ടു അറ്റൈൻ ദ ഓർഗനൈസേഷണൽ ഗോൾ ആൻഡ് ഒബ്ജക്റ്റീവ്സ്. ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ റെസ്പോൺസിബിലിറ്റീസും കാപ്പബിലിറ്റീസും ഉണ്ട്. അപ്പൊ എന്തിനാണ് അത് ചെയ്യുന്നത്? അത് അവർ യൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി കൂടുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ. സോ ഒരു ഹ്യൂമൻ റിസോഴ്സിന്റെ ഫാക്ടർ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് അത്രയും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മുടെ ജെ ഗാൽബ്രൈത്തിന്റെ 5 സ്റ്റാർ മോഡൽ എന്ന് പറയുന്നത്. സ്ട്രാറ്റജി, സ്ട്രക്ചർ, പ്രോസസ്, റിവാർഡ്സ് ആൻഡ് പീപ്പിൾ. ഇത് എളുപ്പമാണ്, മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തതായിരിക്കും. നിങ്ങളുടെ നോട്ട്സിലൂടെ നോക്കുക, എളുപ്പമായിരിക്കും കേട്ടോ. ഇനി എന്തൊക്കെയാണ് ജെ ഗാൽബ്രിച്ച് സ്റ്റാർ മോഡലിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും? അഡ്വാൻറ്റേജസ് ആണ്, ഇറ്റ് സപ്പോർട്ട്സ് ദ തിയറി പ്രാക്ടീസസ് എക്സ്റ്റെൻസ്ലി. എപ്പോഴും തിയറി ആൻഡ് ദ പ്രാക്ടീസസ് എക്സ്റ്റെൻസ്ലി. എപ്പോഴും തിയറിനെയാണ് ഇത് കൂടുതൽ, പ്രാക്ടിക്കൽ ആയിട്ട് നോക്കുമ്പോൾ തിയറിനെയാണ് കൂടുതൽ അത് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെ. ഇനി ഇറ്റ് ഗീവ്സ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഡിഫറെന്റ് എലമെന്റ്സ് ആൻഡ് ദിയർ ഇന്റർ റിലേറ്റഡ്നെസ്. ഓരോ എലമെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ജെ ഗാൽബ്രിച്ച് സ്റ്റാർ മോഡലിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്റെ മോഡലില് ഓരോ നമ്മള് 5 സ്റ്റാർ എന്നാ പറയുന്നത്. 5 സ്റ്റാർ എന്താണ്? സ്ട്രാറ്റജി ഉണ്ട്, സ്ട്രക്ചർ ഉണ്ട്, പ്രോസസ് ഉണ്ട്, റിവാർഡ് ഉണ്ട്, പീപ്പിൾ ഉണ്ട്. തന്റെ ഓരോ എലമെന്റ്സും ക്ലിയർ ആയിട്ട് ജെ ഗാൽബ്രിച്ച് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇൻപുട്ട് ഫാക്ടേഴ്സും ഔട്ട്പുട്ട് ഫാക്ടേഴ്സും അതും കൂടാതെ മറ്റു കോംപ്ലക്സ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനൊന്നും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ജെ ഗാൽബ്രിച്ച് 5 സ്റ്റാർ മോഡലിൽ. രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? എപ്പോഴും ഒരു സിംഗിൾ ഫാക്ടറിലാണ് ഒരു മോട്ടിവേഷൻ ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. പക്ഷെ ഒരു കമ്പനിനെ സംബന്ധിച്ചിടത്തോളം പല ഫാക്ടേഴ്സ് ഉണ്ട് മോട്ടിവേഷൻ ആയിട്ട്. അപ്പൊ അതിനെയാണ് ഇതിലെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇന്നത്തെ സെഷൻ നമ്മൾ 2 മോഡൽസ് പഠിച്ചിട്ടുണ്ട്. ഒന്ന് മക്കൻസിയുടെ 7S ഫ്രെയിംവർക്കും രണ്ടാമത് ജെ ഗാൽബ്രിച്ച് സ്റ്റാർ മോഡലും. മൂന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വെയ്സ്ബ്രോഡ് 6 ബോക്സ് മോഡൽ. എന്താണ് ഈ വെയ്സ്ബ്രോഡ് 6 ബോക്സ് മോഡൽ എന്ന് പറയുന്നത്? 6 ബോക്സ് മോഡൽ, ഇതില് 6 ബോക്സ് നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് 6 ബോക്സസ്? പർപ്പസസ്, സ്ട്രക്ചർ, റിവാർഡ്സ്, ഹെൽപ്ഫുൾ മെക്കാനിസം, റിലേഷൻഷിപ്സ്, ലീഡർഷിപ്സ്. ഇത് തന്നെയാണ് നമ്മുടെ വെയ്സ്ബ്രോഡ് 6X മോഡൽ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പൊ എന്താണ് ഈ വെയ്സ്ബ്രോഡ് 6X മോഡൽ? വെയ്സ്ബ്രോഡ് 6 ബോക്സ് മോഡൽ, it is the 6 categories which are used to perform an organizational diagnosis. ഒരു ഓർഗനൈസേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന എലമെന്റ്സിനെയാണ് വെയ്സ്ബ്രോഡ് 6 ബോക്സ് മോഡൽ എന്ന് പറയുന്നത്. അത് എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. പർപ്പസ്, സ്ട്രക്ചർ, റിലേഷൻഷിപ്പ്, ഹെൽപ്ഫുൾ മെക്കാനിസം, ലീഡർഷിപ്പ് ആൻഡ് റിവാർഡ്സ്. 6 ബോക്സ് മോഡൽ എന്താണ് ചെയ്യുന്നത്? ഈ 6 ബോക്സ് മോഡൽ ഇറ്റ് ഈസ് എ ഫ്രെയിംവർക്ക്. ഇതെന്താണ്? ഇറ്റ് ഈസ് എ ഫ്രെയിംവർക്ക് യൂസ്ഡ് ടു അനലൈസ് ദ effectiveness of a business is being able to execute a strategy. ഇല്ലേ? 6 ഡിഫറെന്റ് ഏരിയാസ് ബിസിനസ് ആണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അത് എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത്? ടു അനലൈസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് എ ബിസിനസ്. നല്ല രീതിയിൽ നല്ല എഫിഷ്യന്റ് ആയിട്ടും ഇഫക്റ്റീവ് ആയിട്ടും ബിസിനസ് റൺ ചെയ്യാനും അതേപോലെ തന്നെ നല്ല വെൽ ബീൻ ആയിട്ട് ഒരു ഓർഗനൈസേഷണൽ സ്ട്രാറ്റജി എക്സിക്യൂട്ട് ചെയ്യാനുമായിട്ടാണ് വെയ്സ്ബ്രോഡ് 6 ബോക്സ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ 6S മോഡൽ എന്താണ് ചെയ്യുന്നത്? യൂസ് ടു പെർഫോം ആൻ ഓർഗനൈസേഷണൽ ഡയഗ്നോസിസ്. എന്തൊക്കെയാണ് ആ 6 കാര്യങ്ങൾ? പർപ്പസ്, റിവാർഡ്സ്, റിലേഷൻഷിപ്പ്, സ്ട്രക്ചർ, ലീഡർഷിപ്പ്, ഹെൽപ്ഫുൾ മെക്കാനിസം അല്ലെ. ഇനി ഇത് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ഇസ് പർപ്പസ്? വാട്ട് ബിസിനസ് ആർ? പർപ്പസ് എന്താണ്? ഒരു ബിസിനസിന് ഉണ്ടാകുന്ന പർപ്പസ് എന്താണ്? വാട്ട് ബിസിനസ് ആർ അല്ലെ. അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ബിസിനസ് ആർ. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് എ ബോക്സ് മോഡൽ? ടു ക്രിയേറ്റ്, ഡിസൈൻ ആൻഡ് ലേ ഔട്ട് എ
ഓക്കെ, അപ്പോ വെയ്സ്ബ്രോഡിന്റെ 6 ബോക്സ് മോഡൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? 6 കാര്യങ്ങളുണ്ട് അല്ലെ. പർപ്പസിൽ എന്താ പറയുന്നത്? വാട്ട് ബിസിനസ് ആർ വി ഇൻ? സ്ട്രക്ചർ, ഹൗ ഡു വി ഡിവൈഡ് അപ്പ് ദ വർക്ക്? റിവാർഡ്സ്, is there an incentive for doing all that needs doing? Helpful mechanism, have we adequate coordinating technologies? Relationship, how do we manage conflict? That means coordinate among people with technologies. Leadership, is someone keeping the boxes in balance? ഇതെന്താണ്? ഇത് മുഴുവൻ നടക്കുന്നത് എവിടെയാണ്? ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ അല്ലെ. ഔട്ട്സൈഡ് ദി ഓർഗനൈസേഷൻ നടക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. The Weisbrod 6-box model. It is a tool that was developed in 1976 and can applied in any organizational context to address complex issues. എന്തിനാണ് ഈ Weisbrod 6 മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്? ടു ഡയഗ്നൈസ് ഓർഗനൈസേഷണൽ ഇഷ്യൂസ്. ഇതെന്താണ്? ഇത് ടൂൾ ആണെന്ന് പറയുന്നു അല്ലെ. എന്തിനു വേണ്ടത്? ഫോർ ദ ഇഫക്റ്റീവ് functioning of a business. It is a diagnostic tool that helps in understanding relationship. പർപ്പസിന്റെ ഉപയോഗം എന്താണ്? വാട്ട് ബിസിനസ് ആർ വി ഇൻ? നമ്മൾ എന്ത് ബിസിനസ്സിലാണ്? സ്ട്രക്ചർ, ഹൗ ഡു വി ഡിവൈഡ് ദ വർക്ക്? ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് ഓരോ ഡിവിഷൻ സ്ട്രക്ചറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പെഷ്യലൈസേഷൻ, ഡിപ്പാർട്ട്മെന്റൈസേഷൻ, ഡിവിഷൻ ഓഫ് പവർ വരെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. റിലേഷൻഷിപ്പ്, ഹൗ ഡു വി മാനേജ് കോൺഫ്ലിക്റ്റ് ആൻഡ് അച്ചീവ് കോർഡിനേഷൻ. റിവാർഡ്, നമ്മൾ ചെയ്തതിന് നമുക്കൊരു മോട്ടിവേഷൻ, റിവാർഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ലീഡർഷിപ്പ്, ഗൈഡൻസിനും സൂപ്പർവിഷനും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പോകുന്ന വഴിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റി വീണ്ടും നേർവഴിയിൽ സഞ്ചരിക്കാൻ ആര് സഹായിക്കുന്നു? ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ലീഡർഷിപ്പിൽ നമുക്ക് സ്റ്റൈൽസ് എന്ന് പറയുന്നു. ഹെൽപ്ഫുൾ മെക്കാനിസം, ഡു വി ഹാവ് ഇനഫ് കോർഡിനേറ്റിംഗ് ടെക്നോളജീസ്? എന്താണ് ക്വസ്റ്റ്യൻ മാർക്ക്? യെസ്, വി ആർ ഹാവിംഗ് ഇനഫ് കോർഡിനേറ്റിംഗ് ടെക്നോളജീസ്. പല തരത്തിലുള്ള ടെക്നോളജീസും നമുക്കുണ്ട് അല്ലെ. അപ്പൊ വെബ് 6 ബോക്സ് മോഡൽ പ്രകാരം ഏതൊരു കോംപ്ലക്സ് ആയ ഇഷ്യൂസും കമ്പനിയിൽ ഉണ്ടാവുന്ന ഏതൊരു കോംപ്ലക്സ് ഇഷ്യൂസും നമുക്ക് സോൾവ് ചെയ്യാമെന്നാണ് ഇതിൽ വിലയിരുത്തിയിട്ടുള്ളത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. വെബസ്ബ്രോഡിന്റെ 6 ബോക്സ് മോഡൽ ആണ് പർപ്പസ്, സ്ട്രക്ചർ, റിലേഷൻഷിപ്പ്, റിവാർഡ്സ്, ലീഡർഷിപ്പ് ആൻഡ് ഹെൽപ്ഫുൾ മെക്കാനിസം. ഇനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. വെബസ്ബ്രോഡ് 6 ബോക്സ് മോഡലിന്റെ ഒരു വലിയൊരു ഗ്രേറ്റ് അഡ്വാൻറ്റേജ് ആണ് ഇറ്റ് സ്റ്റഡീസ് ബോത്ത് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സ്. ഇന്റേണൽ ഫാക്ടറും എക്സ്റ്റേണൽ ഫാക്ടറും, ഒരു ഓർഗനൈസേഷന്റെ ഇന്റേണൽ ഫാക്ടേഴ്സിനെയും എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയും അത് വിലയിരുത്തും. അതേമാതിരി തന്നെ ഏത് കോംപ്ലിക്കേറ്റഡ് ആയ പ്രോബ്ലംസും ഡയഗ്നോസ് ചെയ്യും. ഡയഗ്നോസ്റ്റിക് ക്വസ്റ്റ്യൻസ് ഹെൽപ്സ് ഇൻ ബെറ്റർ ഫ്രെയിമിംഗ് ഓഫ് അനലൈസിസ്. ഏതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ ഇഷ്യൂസിനെയും അത് ഡയഗ്നോസ് ചെയ്യും. പിന്നെന്താണ്? ഇഫക്റ്റീവ് പ്രോസസിംഗ് ഓഫ് ഇൻഫോർമേഷൻ ത്രൂ അനലൈസിങ് ദ കമ്മ്യൂണിക്കേഷൻ സ്ട്രക്ചർ. ഒരു ഫ്ലോ ഓഫ് ഒരു ഇഫക്റ്റീവ് പ്രോസസിംഗ് ഓഫ് ഇൻഫോർമേഷൻ ഉണ്ട് അല്ലെ. അത് ഉണ്ടാവാൻ ആരാണ് കാരണമാകുന്നത്? ഒരു സ്മൂത്ത് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അതിൽ ഉണ്ടാവുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇറ്റ്സ് ലാക്സ് ബാലൻസ് ഇൻ ദ മോഡൽ. ഒരു ബാലൻസ് ഉണ്ടാവും. നമുക്ക് ബാക്കി മോഡൽസിന് വെച്ച് നോക്കുമ്പോൾ ഒരു ബാലൻസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നില്ല. അതേമാതിരി തന്നെ ഇറ്റ് ടു മച്ച് ഫോക്കസ് ഓൺ ദ റിസ്ക്, ക്രിയേറ്റ്സ് റിസ്ക്. കമ്പയർ ടു മെക്കൻസി 7 ജെ ഗാൽബ്രിത്തിന്റെ 5 സ്റ്റാർ മോഡലെ വെച്ച് നോക്കുമ്പോൾ വെബസ്ബ്രോഡ് 6 ബോക്സ് മോഡൽ എന്താണ്? കുറച്ചും കൂടി റിസ്ക് ഉള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ വെബസ്ബ്രോഡ് 6 ബോക്സ് മോഡൽ. വെബസ്ബ്രോഡ് 6 ബോക്സ് മോഡൽ എന്താണ് പറയുന്നത്? 6 ബോക്സ് മോഡൽ പ്രകാരം ഏതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂവും ഓർഗനൈസേഷണൽ ഡയഗ്നോസിസിൽ കണ്ടുപിടിച്ച് സോൾവ് ചെയ്യാൻ പറ്റുമെന്നാണ് വെബസ്ബ്രോഡ് 6 ബോക്സ് മോഡൽ പറയുന്നത്. എന്തൊക്കെയാണ് ആ 6 ബോക്സ്? ഫസ്റ്റ് പർപ്പസ്, രണ്ടാമത്തത് സ്ട്രക്ചർ, മൂന്നാമത്തത് റിലേഷൻഷിപ്പ്, റിവാർഡ്സ്, ലീഡർഷിപ്പ്, ഹെൽപ്ഫുൾ മെക്കാനിസം. അപ്പൊ ഇന്ന് നമ്മളുടെ ഈ ഒരു സെഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഓർഗനൈസേഷണൽ ഡയഗ്നോസിസ് മോഡൽ. അതിൽ നമ്മൾ 3 ഇമ്പോർട്ടന്റ് മോഡൽസ് ആണ് പഠിച്ചിട്ടുള്ളത്. മെക്കൻസി 7S ഫ്രെയിംവർക്ക്,
ജയിൽ ഗാർബിറ്റ്സ് 5-star മോഡൽ ആൻഡ് വേസ്റ്റ് ബോർഡ് 6-box മോഡൽ. ഇന്ന് തന്നെ ജസ്റ്റ് ഈ മോഡൽസ് റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ അത് വീണ്ടും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കാം. ബാക്കിയില്ല, നമുക്ക് മൊത്തം 9 മോഡൽസ് ആണ്. ബാക്കി 6 മോഡൽസും ഓർഗനൈസേഷണൽ ലേണിംഗും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നത് സമ്മറി ആണ് അല്ലെ. നമ്മൾ വി ആർ ഗോയിങ് ടു സമ്മറൈസ് ദിസ് സെഷൻ. ഓർഗനൈസേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് എന്താണെന്ന് പഠിച്ചു അല്ലെ. വാട്ട് ഇസ് ആൻ ഓർഗനൈസേഷൻ? Organization consists of 2 or more people who work together in order to achieve a predetermined objective or goals of the organization. Organizational dynamics എന്ന് പറയുന്നത് എന്താണ്? It strengthens or leverage the resources which helps in the strengthening of and enhancing the performance of employees in an organization. ഒരു എംപ്ലോയീസ് അല്ലെങ്കിൽ പീപ്പിൾ എങ്ങനെ പരസ്പരം റിലേറ്റ് ചെയ്യുന്നു, എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ്, ഒരു പഠനത്തെയാണ് നമ്മൾ ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതിൽ കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ്, ഇൻഫ്ലുവൻസിങ്, ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ കോൺഫിഗറേഷൻ. 2 തരാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് വ്യൂവും നിയോ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് വ്യൂ. ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് വ്യൂ നമുക്കൊരു സെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ രീതിയിൽ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതേപോലെ തന്നെ നിയോ ഓർഗനൈസേഷണൽ പ്രോസസ്സിംഗ് വ്യൂ ഒരു ഡീസെൻട്രലൈസ്ഡ് ആണ്. BDT, വെർച്വൽ ഡിസൈൻ ടീം, നിയോ പ്രോസസ്സിംഗ് വ്യൂവിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ BDT? ഇറ്റ് ഈസ് കൺസിഡേർഡ് ഓൾ ദി ഓർഗനൈസേഷൻ ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് എന്ന് നമ്മൾ പഠിച്ചു. അസംപ്ഷൻസ് പഠിച്ചു റിഗാർഡിംഗ് ദ ഇൻഫോർമേഷൻ പ്രോസസ്സിംഗ് വ്യൂ. What are the factors affecting organizational dynamics? Internal factors, external factors and managerial boundary. കൂടാതെ മൾട്ടി കണ്ടൻജൻസി ഡയഗ്നോസിസ് എന്നൊരു അപ്രോച്ച് നാം പഠിച്ചു. അതിൽ വരുന്നത് എന്താണ്? നമ്മുടെ ഇഫ് ദെൻ റൂളും കുറെ ഫിറ്റ് പഠിച്ചിട്ടുണ്ട് അല്ലെ. കണ്ടിജൻസി ഫിറ്റ്, സ്ട്രാറ്റജിക് ഫിറ്റ്, ഡിസൈൻ ഫിറ്റ്, ടോട്ടൽ ഡിസൈൻ ഫിറ്റ്, 4 ഫിറ്റ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓർഗനൈസേഷണൽ ഡയഗ്നോസിസ് ഫ്രെയിംവർക്ക് മോഡൽസ് പഠിച്ചിട്ടുണ്ട്. മെക്കൻസിയുടെ 7S ഫ്രെയിംവർക്ക് മോഡൽസ്. എന്തൊക്കെയാണ് നമ്മുടെ മെക്കൻസിയുടെ 7S ഫ്രെയിംവർക്ക് മോഡൽസ്? ആർക്കെങ്കിലും ഒന്ന് ആലോചിക്കാൻ പറ്റുമോ? മെക്കൻസിയുടെ 7S മോഡൽസ് എന്തൊക്കെയാണെന്ന്? ഫസ്റ്റ് വൺ എന്താണ്? സ്ട്രക്ചർ, സ്ട്രാറ്റജി, സിസ്റ്റം. സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, സ്കിൽസ്, സ്റ്റൈൽ, സ്റ്റാഫ്, ഷെയർഡ് വാല്യൂസ്. നമ്മുടെ മെക്കൻസി 7S ഫ്രെയിംവർക്ക് 2 തരാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു ഹാർഡ് എലമെന്റും സോഫ്റ്റ് എലമെന്റും. ഹാർഡ് എലമെന്റ് ഏതൊക്കെയാണ്? സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം. സോഫ്റ്റ് എലമെന്റ് സ്റ്റൈൽ, ഷെയർഡ് വാല്യൂ, സ്കിൽസ് ആൻഡ് സ്റ്റാഫ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജെയിൽ ഗാൽബ്രിത്ത് സ്റ്റാർ 5-star മോഡൽസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് നമ്മുടെ ജെയ് ഗാൽബ്രിത്തിന്റെ 5-star മോഡൽസ് പഠിച്ചിട്ടുള്ളത്? ഏതൊക്കെയാണത്? അത് നമ്മുടെ സ്ട്രാറ്റജി, സ്ട്രക്ചർ, പ്രോസസ്, റിവാർഡ്സ്, പീപ്പിൾ. സ്ട്രാറ്റജി, സ്ട്രക്ചർ, പ്രോസസ്, റിവാർഡ്. ഫൈനലി നമ്മൾ നമ്മുടെ വൈസ് ബ്രോഡിന്റെ എത്രണ്ണം പഠിച്ചിട്ടുണ്ട്? വൈസ് ബ്രോഡിന്റെ 6-box മോഡൽ പഠിച്ചു അല്ലെ. വൈസ് ബ്രോഡിന്റെ 6-box മോഡൽ പഠിച്ചു. എന്തൊക്കെയാണ് ആ വൈസ് ബ്രോഡിന്റെ 6-box മോഡൽസിൽ കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് വൺ ഇസ് പർപ്പസ്, സ്ട്രക്ചർ, റിവാർഡ്സ്, മെക്കാനിസം, റിലേഷൻഷിപ്പ് ആൻഡ് ഫൈനലി ദ ലീഡർഷിപ്പ്. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് നമ്മളിവിടെ സമ്മറൈസ് ചെയ്തിട്ട് ഉള്ളത്. You have to go through all the topics which we covered in today's session and എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണുള്ളത്. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ്. Briefly discuss and describe the 3 organizational diagnostic model and their advantages and disadvantages. ഇത് ജൂൺ 2013 ടേം ആൻഡ് എക്സാമിനേഷനിൽ വന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. 20 മാർക്കിന്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർഗനൈസേഷണൽ ഡൈനാമിക്സ് എന്തൊക്കെയാണ്? ഇന്റേണൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടർ, മാനേജറിയൽ ബൗണ്ടറി. അതിൽ നമുക്ക് വേണമെങ്കിൽ
മൾട്ടി കണ്ടിജൻസി ഡയഗ്നോസിസിനെ പറ്റി പറയാം. കാരണം എന്താണ്, അത് ട്രഡീഷണൽ അപ്രോച്ചിനെ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് ട്രഡീഷണൽ അപ്രോച്ചിനെ ബ്രേക്ക് ഡൗൺ ആക്കി അതിനെ റിഫ്ലക്ട് ചെയ്ത് വന്ന മോഡലാണ് മൾട്ടി കണ്ടിജൻസി ഡയഗ്നോസിസ്. അത് റിലേറ്റ് ചെയ്യുന്ന എന്താണ്, ഓർഗനൈസേഷനിലെ മിഷൻ, വിഷൻ, സ്ട്രാറ്റജി, ഡിസൈൻ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് അല്ലെ. അതിൽ നമ്മൾ ഫിറ്റ് പഠിച്ചു, ഇഫ് ദെൻ റൂൾസ് പഠിച്ചു, അത് എക്സ്പ്ലെയിൻ ചെയ്യാം. കൂടാതെ 3 ഓർഗനൈസേഷൻ ഡയഗ്നോസ്റ്റിക് മോഡൽസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് മൊത്തം 9 ഡയഗ്നോസ്റ്റിക് മോഡൽസ് ഉണ്ട്. അതിൽ 3 നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. മക്കൻസി 7S ഫ്രെയിംവർക്കും, ജെ ഗാൽബർട്ട്സ് 5 സ്റ്റാർ മോഡലും, വൈസ് ബ്രോഡ് 6 ബോക്സ് മോഡലും. നെക്സ്റ്റ് സെഷനിൽ ബാക്കിയുള്ള ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. Please go through the PPTs and the materials. We'll see you on the next class. Bye.